കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 600. സൂറത്തുൻ നഹൽ ആയത്തുകൾ 51 മുതൽ 65 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല അല്ലാഹു ലാ തത്തഖിദൂ ഇലാഹൈനി ഇസ്നൈൻ إنما هو إله واحد فإياي فارهبون وله ما في السماوات والأرض وله الدين واصبا أفغير الله تتقون وما بكم من نعمة فمن الله ثم إذا مسكم الضر فإليه تجأرون ثم إذا كشف الضر عنكم إذا فريق منكم بربهم يشركون ليكفروا بما آتيناهم فتمتعوا فسوف تعلمون ويجعلون لما لا يعلمون نصيبا مما رزقناهم تالله لتسألن عما كنتم تفترون ويجعلون لله البنات سبحانه ولهم ما يشتهون وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون للذين لا يؤمنون بالآخرة مثل السوء ولله المثل الأعلى وهو العزيز الحكيم ولو يؤاخذ الله الناس بظلمهم ما ترك عليها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون ويجعلون لله ما يكرهون وتصف ألسنتهم الكذب أن لهم الحسنى لا جرم أن لهم النار وأنهم مفرطون تالله لقد أرسلنا إلى أمم من قبلك فزين لهم الشيطان أعمالهم فهو وليهم اليوم ولهم عذاب أليم وما أنزلنا عليك الكتاب إلا لتبين لهم الذي اختلفوا فيه وهدى ورحمة لقوم يؤمنون والله أنزل من السماء ماء فأحيا به الأرض بعد موتها
ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യസ്മഊൻ. സൂറത്ത് അൻ-നഹൽ ആയത്ത് 51, പേജ് നമ്പർ 942. വഖാല അല്ലാഹു ലാ തത്തഖിദൂ ഇലാഹൈനി ഇസ്നൈൻ. അല്ലാഹു പറഞ്ഞു, രണ്ട് ആരാധ്യരെ നിങ്ങൾ സ്വീകരിക്കരുത്. ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്, അവൻ മാത്രമാകുന്നു ഏക ആരാധ്യൻ. ഫഇയ്യായ ഫർഹബൂൻ, അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുവീൻ. ഭൗതികമായ മാർഗത്തിൽ അപകടം ഏൽക്കുന്നതിനെ പറ്റിയുള്ള ഭയപ്പാടാണിവിടെ എന്ന് തീർച്ച. ആ ഭയം ശരിയായ ഇബാദത്താണ്. മാത്രമല്ല, എല്ലാ ഇബാദത്തുകൾക്കും അടിസ്ഥാനമായിട്ടുള്ള ഇബാദത്താണ് ഈ ഭയം. ആയത്ത് 52. വലഹു മാ ഫിസ് സമാവാതി വൽ അർദി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് അവൻ്റേതാകുന്നു. അവനാണ് സൃഷ്ടിച്ചത്, അവനാണ് സംരക്ഷിക്കുന്നത്, അവൻ തന്നെയാണ് ഉടമസ്ഥൻ. വലഹുദ്ദീനു വാസിബ, നിരന്തരമായ കീഴ്വണക്കം അവന് മാത്രമാകുന്നു. പേജ് നമ്പർ 943. യാതൊരവസരത്തിലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന അവസ്ഥക്ക് മാറ്റം വന്നു പോകരുത്. എല്ലായ്പ്പോഴും ആ നിലയിൽ ഉറച്ചു നിൽക്കണം. അഫഗൈറല്ലാഹി തത്തഖൂൻ, അപ്പോൾ അള്ളാഹു അല്ലാത്തവരോടാണോ നിങ്ങൾ ഭക്തി കാണിക്കുന്നത്? ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 601, സൂറത്തുൻ നഹൽ ആയത്ത് 53, പേജ് നമ്പർ 943. വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്, വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്, അനുഗ്രഹമായി നിങ്ങളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയും അല്ലാഹുവിങ്കൽ നിന്നാകുന്നു. സുമ്മ ഇദാ മസ്സകുമുദ്ദുർറു, എന്നിട്ട് നിങ്ങൾക്ക് കഷ്ടത ബാധിച്ചാൽ ഫഇലൈഹി തജ്അറൂൻ, നിങ്ങൾ അവനോട് തന്നെ രക്ഷ തേടുന്നു. മനുഷ്യർ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയതാണ്. എന്നാൽ അർഹിച്ച രൂപത്തിൽ നന്ദി കാണിക്കുകയോ അവനെ മാത്രം ആരാധിക്കുകയോ ചെയ്യുന്നില്ല. ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. അത്യാപത്തുകൾ സംഭവിക്കുമ്പോൾ അവർ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചിരുന്നത്. അള്ളാഹു അല്ലാത്തവരെ സാധാരണ വിളിച്ചു തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് അവർ. എന്നാൽ കടുത്ത വിഷമാവസ്ഥകളിൽ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നുവെന്ന് ഖുർആൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷവും ഷേഖന്മാരെയും ഔലിയാക്കന്മാരെയും വിളിച്ചു തേടുന്നവരാണെന്ന് മാത്രമല്ല, അത്യാപൽ ഘട്ടങ്ങളിൽ പോലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവരാണ്. എത്ര ദയനീയം, എത്ര സങ്കടകരം! സാധാരണ അള്ളാഹുവിനെ വിളിക്കുന്നവർ പോലും കൂടുതൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഔലിയാക്കന്മാരുടെ പേരാണ് അവരുടെ നാവിൻ തുമ്പത്ത് വരിക. എത്ര ഭയങ്കരമായ നന്ദികേട്! ആയത്ത് 54. സുമ്മ ഇദാ കശഫ ദുർറ അൻകും, പിന്നെ നിങ്ങളിൽ നിന്ന് കഷ്ടത അവൻ ഒഴിവാക്കുമ്പോൾ ഇദാ ഫരീഖും മിൻകും ബിറബ്ബിഹിം യുശ്രികൂൻ, നിങ്ങളിൽ നിന്നൊരു കൂട്ടരതാ അവരുടെ റബ്ബിനോട് പങ്കു ചേർക്കുന്നു. ആയത്ത് 55. ലിയക്ഫുറൂ ബിമാ ആതൈനാഹും, അവർക്ക് നാം കൊടുത്തതിനെ അവർ നിഷേധിക്കാൻ തക്കവണ്ണം അവർക്ക് നാം നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി അള്ളാഹു കൊടുത്തതാണവ എന്ന് മനസ്സിലാക്കി അവനോടവർ നന്ദി കാണിച്ചില്ല. അവർ നിഷേധികളും നന്ദി കെട്ടവരുമായി തീർന്നു. ഇതാണ് അവർക്ക് അനുഗ്രഹം നൽകിയാലുള്ള പ്രതികരണം. ഫതമത്തഉ ഫസൗഫ തഅലമൂൻ, എന്നാൽ നിങ്ങൾ സുഖിച്ചനുഭവിച്ചു കൊള്ളുക, പിന്നീട് നിങ്ങൾ അറിയും. അവരുടെ നന്ദികേടിൻ്റെയും നിഷേധത്തിൻ്റെയും ദോഷം അടുത്തു തന്നെ അവരറിഞ്ഞുകൊള്ളും. ആയത്ത് 56. وَيَجْعَلُونَ لِمَا لَا يَعْلَمُونَ نَصِيبًا مِمَّا رَزَقْنَاهُمْ, അവർക്ക് നാം കൊടുത്തതിൽ നിന്ന് ഒരംശം അവരറിയാത്തവർക്ക് വേണ്ടി അവർ നീക്കിവെക്കുന്നു. പേജ് നമ്പർ 944. അള്ളാഹു കൊടുത്ത കന്നുകാലികൾ, ഉൽപ്പന്നങ്ങൾ, ഇവയിൽ ഒരു ഭാഗം അവരറിയാത്തവർക്ക് വേണ്ടി, അതായത് ഇലാഹാകാൻ വല്ല അർഹതയുമുണ്ടെന്ന് അവരറിഞ്ഞിട്ടില്ലാത്ത ഇലാഹുകൾക്ക് വേണ്ടി അവർ മാറ്റിവെക്കുന്നു. തങ്ങളുടെ ഇഷ്ടദൈവങ്ങൾക്ക് ഒരു ഭാഗം നീക്കിവെക്കുന്നു. ഇന്നത് തങ്ങളുടെ നേർച്ചക്കാർക്ക് എന്നവർ നിശ്ചയിക്കുന്നു. ആ ഇലാഹുകളെപ്പറ്റി എന്താണിവർക്കറിയുന്നത്?
യഥാർത്ഥത്തിൽ ഒന്നും അറിഞ്ഞുകൂടാ. ആ നേർച്ചക്കാരും ഷെയ്ഖുമാരും ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമെന്ന് ശരിക്കവർക്കറിയില്ല. പൂർവികരും നാട്ടുകാരും ചെയ്യുന്നത് പോലെ ചെയ്യുന്നു എന്ന് മാത്രം. നിനക്ക് ശരിയായ വിവരമില്ലാത്ത യാതൊന്നിൻ്റെയും പിന്നാലെ നീ പോകരുത് എന്ന് ഇസ്രാ 36 അള്ളാഹു പറഞ്ഞു. അപ്പോൾ ഏതൊരു കാര്യത്തിലും ബോധപൂർവമല്ലാതെ പങ്കെടുക്കരുത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും അതങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് നമുക്കും ബോധ്യമുണ്ടായിരിക്കണം. കൂട്ടുകാർക്കോ ഉസ്താദിനോ ഷേഖിനോ ഇമാമിനോ അറിയുമെന്ന് കരുതിയാൽ പോരാ. തല്ലാഹി ലതുസ്അലുന്ന അമ്മാ കുന്തും തഫ്തറൂൻ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങൾ കെട്ടിച്ചമച്ചിരുന്നതിനെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു. ആയത്ത് 57. വയജ്അലൂന ലില്ലാഹിൽ ബനാത്തി. അള്ളാഹുവിനവർ പുത്രിമാരെ ഉണ്ടാക്കുന്നു. സുബ്ഹാനഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ പ്രഖ്യാപിക്കുന്നു. മുശ്രിക്കുകൾ അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹുവിന് പുത്രനുണ്ടെന്ന് ക്രിസ്ത്യാനികൾ ആരോപിക്കുന്നു. അതിഭയങ്കരമായ അശ്ലീലമാണ് അവരൊക്കെ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ സഹനശക്തി കൊണ്ടാണ് ഉടനെ നടപടിയെടുക്കാത്തത്. അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും തരിപ്പടമാക്കാൻ ആ ഒരു വാക്ക് മതി. അത്ര വലിയ അപകടകാരിയാണ് ആ വാക്ക്. മറിയം 88:93. അള്ളാഹുവിനെപ്പറ്റി ഇത് പറയുന്നവരെ സംബന്ധിച്ച് ഇതുപോലെ ആരെങ്കിലും പറഞ്ഞാൽ, അതായത് അവിവാഹിതയായ ഒരു പെണ്ണ് പ്രസവിച്ചു, ആ കുട്ടിയുടെ പിതാവ് ഇന്നവനാണെന്ന് ആളുകൾ പറഞ്ഞാൽ അവൻ പൊറുക്കുകയില്ല. അള്ളാഹുവിനെപ്പറ്റി ഇതുപോലുള്ള വാക്ക് മനുഷ്യർ പറഞ്ഞിട്ട് സഹനം അവലംബിച്ചിരിക്കുന്ന അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാകുകയില്ല. ഇഷ്ടം പോലെ പറഞ്ഞുകൊള്ളുക, കണക്ക് പിന്നെ നോക്കാം എന്നാണ് അള്ളാഹു വച്ചിരിക്കുന്നത്. മക്കാ മുശ്രിക്കുകൾ പറഞ്ഞത് അള്ളാഹുവിന് പുത്രിമാരുണ്ടെന്നാണല്ലോ. എന്നാൽ അവരുടെ നില നോക്കുക, പുത്രിമാരെ അവർക്ക് വേണ്ട. വലഹും മയസ്തഹൂൻ, അവരിഷ്ടപ്പെടുന്നത് അവർക്ക് വേണം. അവർക്ക് മക്കളായി ആൺമക്കൾ തന്നെ വേണം. പെൺമക്കൾ അവർക്ക് അപമാനമാണത്രേ. തങ്ങൾ അപമാനമാണെന്ന് കരുതുന്ന പെൺമക്കൾ അള്ളാഹുവിനും. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 602. സൂറത്തുൻ നഹൽ ആയത്ത് 58, പേജ് നമ്പർ 944. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ. പെൺകുട്ടിയെപ്പറ്റി അവരിലൊരാൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ വല്ല വജ്ഹുഹു മുസ്വദ്ദ, അവൻ്റെ മുഖം കറുത്തിരുണ്ടതായിത്തീരുന്നു. വഹുവ കലീം, അവൻ കോപാകുലനായിരിക്കുന്ന അവസ്ഥയിൽ. അക്കാലത്തെ അറബികളിൽ ചിലരുടെ അവസ്ഥയാണ് ഈ വർണ്ണിക്കുന്നത്. ജനിച്ചത് പെൺകുട്ടിയാണെന്ന വിവരം കിട്ടുമ്പോൾ കോപകാഠിന്യത്താൽ മുഖം കറുത്തിരുണ്ട് പോകും. പെൺകുട്ടിയോട് അത്ര വെറുപ്പാണ് അവർക്ക്. പേജ് നമ്പർ 945. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി. അവന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതിൻ്റെ അപമാനത്താൽ സമൂഹത്തിൽ നിന്നവൻ മറഞ്ഞു നിൽക്കും. അയ്യുംസികുഹു അലാ ഹൂനിൻ, അപമാനത്തോടെ അതിനെ വെച്ചുകൊണ്ടിരിക്കണോ? അം യദുസ്സുഹു ഫിത്തുറാബ്, അതല്ല മണ്ണിൽ കുഴിച്ചു മൂടണോ? എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അവൻ ജനക്കൂട്ടത്തിൽ നിന്ന് ഓടിയൊളിക്കും. ഇങ്ങനെയൊക്കെയാണ് പെൺകുട്ടിയെ സംബന്ധിച്ച് അവരുടെ നില. ഇങ്ങനെ അവർക്ക് വേണ്ടാത്ത, അവർ വെറുക്കുന്ന ഒന്നിനെയാണ് അള്ളാഹുവിൻ്റെ മേൽ അവർ വെച്ച് കെട്ടുന്നത്. അലാ സാഅ മാ യഹ്കുമൂൻ, ശ്രദ്ധിക്കുക, അവർ വിധിക്കുന്നത് എത്ര ചീത്ത. ആയത്ത് 60. ലില്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി മസലുസ് സൗ. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്കാണ് ഹീനമായ അവസ്ഥ. വലില്ലാഹിൽ മസലുൽ അഅ്ലാ, അള്ളാഹുവിന് അത്യുന്നതമായ നിലപാടും. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു. അള്ളാഹുവിന് പുത്രിമാരുണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ നിലപാടിനെ താഴ്ത്തേണ്ട. അവർ ഏറ്റവും ദുഷിച്ച കൂട്ടരാകുന്നു. പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിന് തുല്യമായ ദുഷ്ടത എന്തുണ്ട്? അവർക്ക് മക്കൾ വേണം, അത് ആൺമക്കൾ തന്നെയാവണം. ആൺമക്കളാണ് തങ്ങൾക്ക് വേണ്ടി പ്രതിരോധിക്കുകയും പോരാടുകയും ചെയ്യുന്നവർ. പെണ്ണ് അബലയാണ്, ഭാരമാണ്. ഇതാണ് അവരുടെ നില. ഇതിൻ്റെ കാരണം അവർ പരലോകത്തിൽ വിശ്വസിക്കാത്തതാണ്. ആധുനിക ലോകത്ത് വളരെ ദുഷിച്ച ഒരു പ്രവണതയുണ്ട്.
അത് വ്യാപകമാകുന്നുമുണ്ട്. പെൺകുട്ടിയാണെങ്കിൽ നശിപ്പിച്ചു കളയുക. ഗർഭസ്ഥ ശിശുവായിരിക്കെ ഈ ക്രൂരകൃത്യം ചെയ്യാൻ ഇന്ന് സൗകര്യങ്ങളുണ്ട്. സ്കാനിംഗ് പരിശോധനയിലൂടെ പെൺകുഞ്ഞാണെന്ന് മനസ്സിലായാൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്നു. ഇതിനായി ഇപ്പോൾ പ്രത്യേക കേന്ദ്രങ്ങൾ പരസ്യമായും രഹസ്യമായും പ്രവർത്തിക്കുന്നു. പരലോകത്തിൽ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവരുടെ നില ഇങ്ങനെ ആവുകയില്ല. അള്ളാഹുവിൻ്റെ നില ഏറ്റവും ഉയർന്നതാകുന്നു. അവൻ അതിപരിശുദ്ധനാകുന്നു. അവന് മക്കളുടെ ആവശ്യമില്ല. മക്കളുണ്ടാകൽ അവൻ്റെ മഹത്വത്തിന് യോജിച്ചതല്ല. അവൻ ആരുടെയും പിതാവല്ല, എല്ലാവരുടെയും സൃഷ്ടാവും രക്ഷിതാവുമാണവൻ. അവൻ്റെ സിംഹാസനം സർവ വസ്തുക്കളെയും കീഴൊതുങ്ങിയിരിക്കുന്നു. അതായത് സ്കാനിങ് വഴിയും മറ്റ് പല ടെസ്റ്റുകളൊക്കെ വഴി ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗം നിർണ്ണയിക്കാനെന്ന് സാധിക്കും. ഇപ്പോൾ അത് ലിംഗം നിർണ്ണയിക്കാൻ സാധിക്കുമെങ്കിലും അത് ഡോക്ടർമാർ വെളിപ്പെടുത്തരുത് എന്നാണ് നിയമം. ആയത്ത് 61. വലൗ യുആഖിദുല്ലാഹു അന്നാസ ബിദുൽമിഹിം, മനുഷ്യരെ അവരുടെ അക്രമം നിമിത്തം അള്ളാഹു ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ മാ തറക അലൈഹാ മിൻ ദാബത്തിൻ, ഭൂമുഖത്ത് യാതൊരു ജീവിയെയും അവൻ വിട്ടേക്കുകയില്ലായിരുന്നു. ഒന്നടങ്കം നശിപ്പിക്കേണ്ടി വരും. അത്ര ഭയങ്കരമാണ് മനുഷ്യർ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾ. എല്ലാ ജീവികളെയും അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യരുടെ ദുർനടപ്പ് നിമിത്തം അവരെ ശിക്ഷിക്കേണ്ടതായി വരുമ്പോൾ ആ ശിക്ഷ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ജീവികൾക്കും ബാധകമാകും. ആ ജീവികൾ കുറ്റം ചെയ്തിട്ടല്ല, കുറ്റക്കാർ മനുഷ്യരാണ്. മനുഷ്യരുടെ ദുർനടപ്പ് ലോകത്തിന് പൊതുവെ നാശം വരുത്തി വെക്കും. പക്ഷേ അള്ളാഹു തിരക്ക് കൂട്ടുകയില്ല. അവൻ അത്ഭുതകരമായ നിലയിൽ സഹനം അവലംബിക്കുന്നവനാകുന്നു. പേജ് നമ്പർ 946. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, എന്നാൽ നിശ്ചിതമായ ഒരവധിയിലേക്ക് അവരുടെ കാര്യം അവൻ നീട്ടിവെക്കുന്നു. ഫഇദാ ജാഅ അജലുഹും, അവരുടെ അവധി വന്നെത്തുമ്പോൾ ലാ യസ്തഖിറൂന സഅതൻ, അല്പസമയം അവർ പിന്തുകയില്ല. വലാ യസ്തഖ്ദിമൂൻ, അവർ മുന്തുകയുമില്ല. ആയത്ത് 62. വയജ്അലൂന ലില്ലാഹി മാ യക്റഹൂന, അവർ വെറുക്കുന്നത് അള്ളാഹുവിനെ നീക്കിവെക്കുന്നു. അവർ വെറുക്കുന്നത് പെൺമക്കളെയാണ്, അത് അള്ളാഹുവിനെ അവർ വെക്കുന്നു. വതസിഫു അൽസിനതുഹുമുൽ കദിബ അന്ന ലഹുമുൽ ഹുസ്ന, അവർക്ക് ഏറ്റവും ഉത്തമമായതുണ്ടെന്ന് അവരുടെ നാവുകൾ കൊണ്ട് അവർ വ്യാജ വർണ്ണന നടത്തുകയും ചെയ്യുന്നു. ലാ ജറമ അന്ന ലഹുമുൻ നാറ, ഒരു സംശയവുമില്ല അവർക്കുള്ളത് നരകം തന്നെ. വിവിധങ്ങളായ അക്രമങ്ങൾ ചെയ്യുന്ന അവരുടെ അവകാശവാദം തങ്ങൾക്കാണ് ഒടുവിൽ ഉന്നത പദവികളും സത്ഫലങ്ങളും ലഭിക്കുകയെന്നാണ്. എന്നാൽ അവർക്ക് തന്നെയാണ് നരകം തയ്യാർ ചെയ്തിട്ടുള്ളതെന്ന് അല്ലാഹു പറയുന്നു. അതവർ മനസ്സിലാക്കുന്നുണ്ടോ? വഅന്നഹും മുഫ്റതൂൻ, നിശ്ചയമായും അവർ നരകത്തിൽ മുന്നിലേക്ക് തള്ളപ്പെടുന്നവരുമാണ്. ആയത്ത് 63. തല്ലാഹി ലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിനക്ക് മുമ്പ് ധാരാളം സമുദായങ്ങളിലേക്ക് പ്രവാചകന്മാരെ നാം അയച്ചിട്ടുണ്ട്. മനുഷ്യരുടെ ഇരുലോക സൗഖ്യത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും മാതൃകാ ജീവിതം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാരെ അയച്ചത്, മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുവാനല്ല. അവരാകട്ടെ എന്താണ് ഇവർ പറയുന്നത് എന്ന് കേട്ട് മനസ്സിലാക്കാൻ പോലും തയ്യാറാകാതെ ധിക്കരിക്കുകയും പറഞ്ഞവരെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയുമാണ് ചെയ്തത്. ഫസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, അപ്പോൾ പിശാച് അവരുടെ ചെയ്തികളെ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു. ഫഹുവ വലിയുഹുമുൽ യൗമ, അങ്ങനെ പിശാച് ഇന്ന് അവരുടെ മിത്രമാണ്. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട്. പേജ് നമ്പർ 947. പിശാചിനെ മിത്രമായി സ്വീകരിച്ചാൽ മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടും? പിശാച് മനുഷ്യൻ്റെ കഠിന ശത്രുവാണല്ലോ. ആയത്ത് 64. ഒമാ അൻസൽന അലൈക്കൽ കിതാബ, നിനക്ക് നാം ഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിട്ടില്ല ഇല്ലാ ലിതുബയ്യന ലഹുമുല്ലദി ഇഖ്തലഫു ഫീഹി, അവർ ഭിന്നാഭിപ്രായക്കാരായി തീർന്നിട്ടുള്ള വിഷയങ്ങൾ അവർക്ക് നീ വിശദീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയല്ലാതെ. ഈ ഖുർആൻ പ്രവാചകൻ അള്ളാഹുവിങ്കിൽ നിന്ന് ഏറ്റുവാങ്ങി നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളതാണ്. മനുഷ്യർക്കത് വിശദീകരിച്ചു കൊടുക്കാൻ പ്രവാചകനെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു തന്നെ വിശദീകരണം പ്രവാചകനെ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു.
അതിനാൽ അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കുന്നവർ പ്രവാചകന്റെ വിശദീകരണം പഠിക്കുകയും ജീവിതം അതനുസരിച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടതാകുന്നു. വഹുദം വറഹ്മതൻ ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവും ആയ നിലയിലാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അതർഹിക്കും വിധം അത് സ്വീകരിക്കേണ്ടതാകുന്നു. ഖുർആനോട് ഏതെങ്കിലും നിലയിൽ പ്രതിഷേധം കാണിക്കുന്നവരുടെ നില മഹാ അപകടമാകുന്നു. ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ ഖുർആൻ പറഞ്ഞ വിഷയം മാറ്റി അള്ളാഹുവിൻ്റെ പേരിൽ കളവ് ചുമത്തി പറയുകയാണ്. മാത്രമല്ല നിഷേധിക്കുന്നവരുമുണ്ട്. ഉദാഹരണം, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ വടി കൊണ്ട് സമുദ്രത്തിൽ അടിച്ചപ്പോൾ സമുദ്രം പിളർന്നു എന്ന് ഖുർആൻ പറഞ്ഞു. അതിനെപ്പറ്റി നമ്മുടെ ഒരു ഖുർആൻ വ്യാഖ്യാതാവ് പറഞ്ഞു, യഥാർത്ഥത്തിൽ പിളർന്നിട്ടില്ല, പിളർന്നു എന്ന് തോന്നിയതാണ് എന്ന്. ആയത്ത് 65. വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ, അല്ലാഹു ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കി. ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, അങ്ങനെ ഭൂമിയെ അതിൻ്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം അവൻ ജീവിപ്പിക്കുകയും ചെയ്തു. ഭൂമി ഉണങ്ങി വരണ്ട് സസ്യങ്ങൾ കരിഞ്ഞു പോയി നിശ്ചലമായി കിടന്നതിന് ശേഷം മഴ പെയ്താൽ ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നാം കാണുന്നുണ്ടല്ലോ. തെക്കൻ ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമി വേനൽക്കാലത്ത് വരണ്ടു തന്നെ കിടക്കും. എന്നാൽ വർഷകാലത്ത് മഴ പെയ്ത് പച്ചപിടിച്ച് സസ്യലതാദികളാൽ സമൃദ്ധമായിത്തീരുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യസ്മഊൻ, കേട്ട് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് നിശ്ചയമായും അതിൽ ദൃഷ്ടാന്തമുണ്ട്.